അതിന്റെ എന്തെങ്കിലും അതിലെ ഭാഗത്ത് തന്നെ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച ആണെങ്കിൽ അത് ഞങ്ങൾ അന്വേഷിക്കാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ സ്വാധീനത്തിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു, ഞങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ സ്ഥാനം രാജിച്ചിട്ടുണ്ട്. നമസ്കാരം. കേരളത്തെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയെ 34 മണിക്കൂർ കഴിഞ്ഞിട്ടും പിടികൂടാനാകാതെ പോലീസ്. വ്യാപക തെരച്ചിലാണ് പ്രതിയെ കണ്ടെത്താൻ നടത്തുന്നത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ പ്രതിയെ കണ്ടെന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവിടം കേന്ദ്രീകരിച്ച് വലിയ തെരച്ചിൽ നടക്കവേ ഇപ്പോൾ പ്രതി പോത്തുണ്ടിയിൽ തന്നെ ഉണ്ട് എന്ന വിവരങ്ങളും വരുന്നു. അവിടെയും പോലീസ് ഇപ്പോൾ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവെച്ച് നെന്മാറ SHOയ്ക്ക് വീഴ്ച പറ്റിയെന്ന് SP അജിത് കുമാർ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ SHO മഹേന്ദ്ര സിൻഹയെ സസ്പെൻഡ് ചെയ്തു. തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പോലീസിനെ ദിവസങ്ങൾക്ക് മുന്നേ അറിയിച്ചിട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് അനങ്ങിയില്ല. അമ്മ നഷ്ടപ്പെട്ട പെൺമക്കൾക്ക് അച്ഛനും ഏക ആശ്രയമായ അച്ഛമ്മയും നഷ്ടപ്പെട്ടത് പോലീസിന്റെ കുറ്റകരമായ അനാസ്ഥ മൂലമോ? ജനങ്ങളുടെ ജീവന് സുരക്ഷയൊരുക്കാൻ കഴിയാത്ത പോലീസിന്റെ പണി എന്താണ്? ഈ വിഷയം നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്കൊപ്പം അതിഥികൾ ചേരുന്നു. പുഷ്പ, ഈ കുട്ടികളുടെ അയൽവാസി, നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നെന്മാറ MLA നമ്മൾ പ്രതീക്ഷിക്കുന്നു. സക്കറിയ ജോർജ്, റിട്ടയർഡ് SP, ഡോക്ടർ മോഹൻ റോയ്, മാനസികാരോഗ്യ വിദഗ്ധൻ, അഡ്വക്കേറ്റ് ബലദേവ്, CPM സഹയാത്രികൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം പുഷ്പയിലേക്ക്. പുഷ്പ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പോത്തുണ്ടിയിൽ തന്നെ ഈ പ്രതി ഉണ്ട് എന്നതാണ്. അവിടം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടക്കുന്നു, അവിടെ അയാളെ കണ്ടു എന്ന വിവരം വരുന്നു എന്നൊക്കെയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അത് അങ്ങനെ തന്നെയാണ്. സജിത മരിച്ചിട്ടും പിറ്റേ ദിവസം തന്നെ, സജി ചേച്ചി മരിച്ച പിറ്റേ ദിവസം തന്നെ കിട്ടിയല്ലോ. ഇവിടെ തന്നെയാണ് പിടികൂടിയത്. അവിടെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ തന്നെ, അവിടെ അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങളും കരുതുന്നു അല്ലേ? ഞങ്ങളും കരുതി. അത് കഴിഞ്ഞ പ്രാവശ്യം സജി മരിച്ചപ്പോഴും അതേ ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ശനിയാഴ്ച സജി ചേച്ചി മരിച്ചു, ഞായറാഴ്ച വൈകുന്നേരം കിട്ടി. വലിയ തെരച്ചിൽ പോലീസ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ പ്രതിയെ പിടികൂടാനാകും എന്നൊരു പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഉണ്ട്. അവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയമാണോ? ഇപ്പോൾ പോലീസ് നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ജനങ്ങൾ വലിയ ഭീതിയിലാണെന്നൊക്കെ മനസ്സിലാക്കി സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും ഭയമാണോ നിങ്ങൾക്ക്? ഭയമാണ്. ഞങ്ങളിപ്പോ അമ്മായിന്റെ മകന്റെ വീട്ടിലാ ഇരിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലല്ല ഇരിക്കുന്നത്. അവിടെ നിന്ന് ഈ ഭീതി മൂലം നിങ്ങൾ അങ്ങോട്ട് മാറുകയായിരുന്നു അല്ലേ? ഇത് ഒരുപാട് ദൂരെയാണോ അവിടെ നിന്ന്? മാറുകയാണ്. ഇല്ല, അടുത്തന്നെ. പുഷ്പ, ഈ സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ലിസ്റ്റ് കയ്യിലുണ്ടായിരുന്നു, ഇയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചവരുടേതെന്നൊക്കെ പറഞ്ഞു. അതിലൊരാളാണ് പുഷ്പ എന്ന് താങ്കൾ തന്നെ പറയുന്ന വീഡിയോ നേരത്തെ കേട്ടിരുന്നു. അപ്പോൾ താങ്കളും ഭയത്തിലായിരുന്നോ? ഇയാൾ ജാമ്യം കിട്ടി വന്ന ആ ദിവസം മുതൽ ഭയങ്കര പേടിയിലായിരുന്നു? അയാളെ കണ്ട് ഞാനാണ് ആദ്യം കണ്ടത്, ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങണത്. അപ്പൊ തന്നെ എനിക്ക് ഭയമായി. അന്ന് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. 29 അല്ലേ? ഡിസംബർ 29. ഇല്ല 25, 26 തീയതി. 29 അഖിലയും അഖിലന്റെ അച്ഛനും പോയി പറഞ്ഞത്. അപ്പോ അഖില പരാതി കൊടുക്കുന്നതിന് മുൻപേ താങ്കളാണ് പരാതി കൊടുത്തത്? ഞങ്ങളാണ് 3 പ്രാവശ്യം ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത്. അപ്പൊ അത്രമാത്രം വെച്ചാൽ അവരുടെ സജിതയുടെ വീട്ടുകാർക്കുള്ളതിനേക്കാൾ ഭയം താങ്കൾക്കുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. എന്നെയാണ് അവര് വകവരുത്താൻ പറഞ്ഞിട്ടിരിക്കുന്നത്. സജിത കഴിഞ്ഞാൽ പിന്നെ എന്നെയാണ് അയാളുടെ പേര് അയാൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നതും. എന്തായിരുന്നു പോലീസിന്റെ മറുപടി? പോലീസിന്റെ മറുപടി പറഞ്ഞ, ഞാൻ ആദ്യം പോയപ്പോ അയാള് പിന്നെ അയാളൊന്നും പറയില്ല, അയാള് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങളെ കൈ കൊണ്ട് കാണിച്ചോ, കണ്ണു കൊണ്ട് കാണിച്ചോ, മൂക്ക് കൊണ്ട് കാണിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒന്നും കാണിച്ചില്ല സാറേ, അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളെ കണ്ടപ്പോ ഞങ്ങക്ക് ഭയമാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒന്നും കാണണ്ട, അപ്പൊ ശരി ഫോൺ വിളിക്ക്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കാൻ പറഞ്ഞു. പിന്നെ തിരിച്ചു വന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും പോയി, ഞാനും എന്റെ മകളും കൂടി പോയി പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോൺ വിളിക്ക്, അയാള് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഞങ്ങൾക്കൊന്നും ചെല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പറഞ്ഞ കോർട്ടിൽ പോയി പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ പ്രാവശ്യം പോയി ഞാൻ കടലാസ് എല്ലാവരുടെ അടുത്തും ഒപ്പ് വാങ്ങിയിട്ട് പോയി കടലാസ് കൊടുത്തത്. അപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് പിന്നെ ഇവിടെയുള്ളവര് 10-45 പേരിന്റെ ഒപ്പ് വാങ്ങിയിട്ട് പോയിട്ട് ഞാൻ പരാതി കൊടുത്തത് കടലാസിൽ. പിന്നെ ഒരു പ്രാവശ്യം ഇപ്പൊ അവര് എഴുതി, എന്താണ് അവിടെ നിന്ന് വന്നാണ് പോത്തുണ്ടി പുഷ്പ പറഞ്ഞിട്ട് പരാതിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെറുതെ വെച്ചു. വെറുതെ വരണ്ട. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് മാനസികമാണോ, എന്നാ അയാൾ എവിടെങ്കി കൊണ്ടാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങി വെച്ച്. ഞാൻ മാത്രം പോയില്ല, രാജി ചേച്ചി മനു ഉണ്ടായിരുന്നു കൂടെ. അത്ര മാസ് പെറ്റീഷൻ ഇത്രയും പേര് ഒപ്പിട്ട പരാതി കൊടുത്തിട്ടും പോലീസ് അനങ്ങിയില്ല അല്ലേ? അനങ്ങിയില്ല. അത് കഴിഞ്ഞിട്ടാണ് അഖിലിന്റെ അച്ഛനും ഞങ്ങൾ കൊടുത്തതിന്റെ ഇല്ല, നിങ്ങളെല്ലാം ബാധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ വന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് അഖിലിന്റെ അച്ഛനും വന്നിട്ട് ഞായറാഴ്ച അവര് പോയി ഉച്ചക്ക് കൊടുത്തത്. അപ്പൊ തന്നെ വൈകുന്നേരം പോലീസ് വന്നു, ഇയാളെ CO സാറ് പോകാൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഇപ്പൊ SHOയ്ക്ക് ഒരേ തെറിയായിരുന്നു, എന്നെ പണി പടക്കം വെച്ച് എറിയാൻ വന്നു രാത്രി. ആ പരാതി കൊടുത്തന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞു ഇയാള് പറഞ്ഞു. ആ പരാതി കൊടുത്തപ്പോ അന്ന് പോലീസ് വന്നപ്പോ അയാള് പറഞ്ഞ വാക്കാണ്, എന്നെ പന്നിപ്പടക്കം വെക്കാൻ എറിയാൻ നിന്നു, ഇന്നലെ രാത്രി ഭയങ്കര ബഹളമായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ അറിയാതെയല്ല, എന്റെ മക്കളൊക്കെ വലിയ ഉദ്യോഗസ്ഥത്തിൽ ഇരിക്കണം കണ്ടാണ് ഞാൻ മിണ്ടാതെ ക്ഷമിച്ചിരുന്നതെന്ന് അയാളെന്ന് പറഞ്ഞു. ഇപ്പൊ SHOയ്ക്ക് സസ്പെൻഷൻ എന്നൊരു വാർത്ത സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു എനിക്ക് ഒന്നും കേക്കണ്ട. ഇപ്പോൾ SHOയ്ക്ക് സസ്പെൻഷൻ എന്നൊരു വാർത്ത വരുന്നുണ്ട്, അവർക്ക് തെറ്റ് പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്. അത് ആശ്വാസമാണോ? ഇപ്പൊ എന്ത് വാക്ക് വന്നിട്ട് എന്താ കാര്യം മാഡം? ആശ്വാസമായിട്ട് എന്താ കാര്യം? രണ്ട് ജീവൻ പോയില്ലേ, ഇനിയിപ്പോ എന്താണ്? ഒരു കുടുംബമേ മക്കൾക്ക് ആരും അത് പറയും, അച്ഛനും ഇല്ല അമ്മയും ഇല്ലാതായില്ലേ, ഇനിയിപ്പോ അവർക്ക് കിട്ടിയിട്ട് അവർക്ക് 6 മാസം കഴിഞ്ഞ് ജോലിയായി, ശരി മക്കൾക്ക് നന്ദിയും തളയും കിട്ടുവോ? അതെ, അതാണ് പോയവരെ തിരിച്ചു കിട്ടുമോ എന്ന ചോദ്യമാണ്. പുഷ്പ, ഞാൻ താങ്കളിലേക്ക് വരാം, ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പോത്തുണ്ടിയിൽ തന്നെ ഇയാൾ ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രദേശം പോലീസ് വളഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്നാണ് മനസ്സിലാകുന്നത്. തെരച്ചിലിന് നാടൊന്നായി കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഷംന അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ഇയാൾ അവിടെ ഉണ്ട് എന്നത് പോലീസ് സ്ഥിരീകരിച്ചോ? അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ ചെന്താമര അവിടെ ഉണ്ടെന്ന്? തീർച്ചയായും രേണുക, പോത്തുണ്ടിയിൽ തന്നെയാണ് ഈ ചെന്താമര ഉള്ളത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഒടുവിൽ പോലീസ് എത്തുന്നു. പോത്തുണ്ടിയിൽ വെച്ച് ഈ മാട്ടായി വനമേഖലയിൽ വെച്ചാണ് ഇയാളെ കാണുന്നത്. ഈ വനമേഖലയിലോട്ട് ഇപ്പോൾ ഓടിക്കയറിയിട്ടുണ്ട്. ഈ കുട്ടികളാണ്, ഈ മാട്ടായി പ്രദേശത്ത് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ആദ്യഘട്ടത്തിൽ ചെന്താമരയെ കണ്ടത്. ഈ അപ്രതീക്ഷിതമായി തന്നെ ഈ കുട്ടികൾക്ക് മുമ്പിലോട്ട് ചാടി വീഴുകയായിരുന്നു. ഈ അനക്കം കേട്ട ഉടൻ തന്നെ ഈ കുട്ടികൾ അത് ശ്രദ്ധിച്ചു. പക്ഷെ ഇയാൾ ഓടിപ്പോയി, കുട്ടികളെ കണ്ടതും ഇയാൾ ഓടിപ്പോയി. പക്ഷെ കുട്ടികളുടെ കൃത്യമായ ഒരു ഇടപെടൽ പെട്ടെന്ന് തന്നെ സമീപവാസികളെയും വീട്ടുകാരെയും അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോലീസ് അടക്കമുള്ളവർ അവിടെ എത്തി വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെന്താമര തന്നെയാണ് എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇപ്പോൾ ചെന്താമരയെ തന്നെയാണ്. ഇത് വനമേഖല തന്നെയാണോ ഷംന? അതെ രേണുക, ഈ പോത്തുണ്ടി മാട്ടായി വനമേഖലയാണ് ഇത്. ആദ്യഘട്ടം മുതൽ തന്നെ വനമേഖലയിലോ അല്ലെങ്കിൽ മലയോര മേഖലയിലോ ആയിരിക്കാം ഈ പ്രതി ഉണ്ടാവുക എന്ന തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടം മുതൽ വാർത്തകൾ വന്നിരുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് പാലക്കാട് നഗരത്തിലേക്ക് അല്ലെങ്കിൽ അതിർത്തി കടന്നൊക്കെ ഇയാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അത്തരത്തിൽ പോയി എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതൊന്നുമല്ല, ഈ പോത്തുണ്ടിയിൽ തന്നെയാണ് ഇയാൾ ഉള്ളത് എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക്
സജ്ജീകരണത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. എന്തായാലും ഈ വനമേഖല ഇപ്പോൾ ഏറെ ഇരുട്ടായത് കൊണ്ട് തന്നെ അധിക ദൂരം ഇയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും അടക്കം പറയുന്നത്. കാരണം ഒരു വെളിച്ചമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല, തീർത്തും വനമേഖല തന്നെയാണ്. ഇയാളുടെ ആരോഗ്യസ്ഥിതി അതൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ രാത്രിയിൽ അയാൾക്ക് ഏറെ ദൂരം ഓടി രക്ഷപ്പെടാൻ ഇനി സാധ്യമല്ല. ഇനി വനമേഖലയിൽ ഒളിച്ചിരിക്കുക, അതാണ് ഇനിയുള്ള ഒരു സാധ്യത. എന്നാൽ ഈ നാട്ടുകാരുടെ അടക്കം നേതൃത്വത്തിലാണ് ഇപ്പോൾ സമീപത്ത് പരിശോധന നടക്കുന്നത്. പല ഘട്ടങ്ങളായി നാട്ടുകാരും പോലീസും പല സംഘങ്ങളായി തിരിഞ്ഞ് ഈ മാട്ടായി വനമേഖല ആകെ ചുറ്റി മൊത്തത്തിൽ പരിശോധന നടക്കുകയാണ്. ഇനി അധിക ദൂരമില്ല പ്രതിയിലേക്ക്. ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്ന വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ നൽകുന്നതും. എന്തായാലും നിർണായകമായത് ഈ കുട്ടികളുടെ ഇടപെടൽ തന്നെയാണ്. കാരണം ഒരാൾ കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ ഇയാൾ ചെന്താമരയാണെന്ന് സ്ഥിരീകരിക്കാനോ തീർച്ചയായും എന്തായാലും വലിയ ജാഗ്രത ആ നാട് കാണിച്ചിരുന്നു. ഈ പ്രദേശവാസികൾ എത്ര മുൻപ് തന്നെ അപകടം മുൻകൂട്ടി അറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പോലീസ് മൗനത്തിലായിരുന്നു, യാതൊരു ഇടപെടലും ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ നാടടച്ച് പരിശോധനകൾ നടത്തി തെരച്ചിൽ നടത്തുമ്പോൾ പോലീസിന് മൂക്കിന് തുമ്പിൽ തന്നെ ഒളിച്ചിരിക്കുന്നു പ്രതി എന്ന വിവരമാണ് വരുന്നത്. ചെന്താമര പോത്തുണ്ടിയിൽ തന്നെയുണ്ട്, അവിടെ വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. ഉടൻ തന്നെ പിടികൂടാനാകുമെന്ന ഒരു പ്രതീക്ഷയാണ് അവിടെ നിന്ന് വരുന്നത്. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ ഷംനയിലേക്ക് തിരിച്ചെത്താം. നമ്മൾ അതിഥികളിലേക്ക് പോവുകയാണ്. പുഷ്പ തുടരുന്നുണ്ട്. പുഷ്പ, ഇപ്പോൾ വരുന്നത് പോത്തുണ്ടിയിൽ തന്നെ ഉണ്ട് എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കൊലപാതകം നടത്തി എങ്ങനെയാണോ ഒളിച്ചിരുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇത്തവണയും പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ പോലീസിന്റെ കാര്യം നേരത്തെ പറഞ്ഞുവല്ലോ, നടപടി ഉണ്ടായി, ഇനി എന്ത് വന്നിട്ട് എന്താണ് എന്ന് ചോദിച്ചുവല്ലോ. വലിയ കുറ്റകരമായ അനാസ്ഥ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത്? പോലീസ് കുറച്ചെങ്കിലും ഒരു ജാഗ്രത കാട്ടിയിരുന്നെങ്കിൽ ഒഴിവാക്കാനാകുമായിരുന്നോ ഈ കൊലപാതകം? ഇല്ല 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 ഒരിക്കലും ഇല്ല. ഇല്ല 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 കൊലപാതകം ഒരിക്കലും ഇല്ല. ഞാൻ എടുത്തതും കൂടി പോലീസുകാരെടുത്തില്ല. നിങ്ങൾ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കാൻ അവർ തയ്യാറായില്ല അല്ലേ ആ ഘട്ടത്തിൽ? എന്ത് വന്നു പരാതി? ഇല്ല 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 എന്നെ ശ്രദ്ധിക്കാൻ അവര് നിന്നില്ല. 3 പ്രാവശ്യം ഞാൻ പരാതിയും കൊണ്ട് പോയപ്പോഴും ശ്രദ്ധിച്ചില്ല. അവര് വാങ്ങിയിട്ടുള്ള മാനസികമാണെങ്കിൽ എന്തെങ്കിലും ആശുപത്രിയിൽ കൊണ്ടാക്കായിരുന്നു. അവര് എന്ത് ചെയ്യുകയാണെന്ന് മാത്രം ചോദിച്ചു എന്റെ അടുത്തും മനുവിന്റെ അടുത്തും. എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ട് ഒരു കടലാസ് കൊടുക്കുക ചെയ്തത്. മറ്റേ എന്താണ് അയാളെ പേര് കിട്ടുന്നില്ല, അവർക്ക് ഒരു കടലാസ് കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് കൊടുത്തു. ഈ പിന്നെ മറ്റേ മെമ്പറിനെ കാണാനും പറഞ്ഞു. പുഷ്പയ്ക്കല്ലാണ്ട് മറ്റു പലർക്കും ഇതുപോലെ ജീവന് പേടിയുണ്ടായിരുന്നു, കൊല്ലുമോ എന്ന ഭയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേർ അങ്ങനെ താങ്കൾ അനുഭവിച്ച അതേ വിഷമത്തിലായിരുന്നു. അല്ല അല്ല അവര് പറഞ്ഞ കുറച്ച് ദൂരമാണ്. ഞാനല്ലേ അവര് വീട്ടിന് മുമ്പിൽ അയാളുടെ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പേടിയായത്. അവര് പറഞ്ഞു ശ്രദ്ധിക്കണ്ട, നീ അങ്ങനെയൊന്നും ശ്രദ്ധിക്കണ്ട, നിനക്ക് വലിയ അജ്ഞാനമാണ്, അങ്ങനെയാണ് അവൻ നല്ലൊരു മാനസാന്തരത്തിലേക്ക് വന്നിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അവരൊക്കെ ദൂരെ സൂക്ഷിക്കാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കായിരുന്നു ഭയങ്കര കരുതലും പേടി. എന്താ സജി ചേച്ചിന്റെ എല്ലാം അറിഞ്ഞതും കണ്ടതൊക്കെ ഞങ്ങൾ. എന്താണ് പുഷ്പയോട് ഒരു വിരോധമുണ്ടാകാൻ, സജിതയെ കഴിഞ്ഞാൽ പിന്നെ താങ്കളോട് വിരോധമുണ്ടാകാനുള്ള കാരണം എന്താ? വിരോധമുണ്ടാകാൻ ഇതിപ്പോ മരിച്ചു സജി ചേച്ചി മരിച്ചിട്ട് ഞങ്ങളാണ് രണ്ടുപേരും, ഞാനും എന്റെ ആങ്ങളെയുമാണ് പോയി നോക്കിയത്. ഞങ്ങൾ വന്ന ശേഷമാണ് അയാളെ വീട് വിട്ട് ചെരുപ്പെടുത്ത് വീട് ഇറങ്ങിയതേ ഞങ്ങൾ വന്ന ശേഷമാണ്. സജി ചേച്ചി എവിടെയാന്ന് ഞാൻ ചോദിച്ചപ്പോ സജി ചേച്ചിന് ചെരുപ്പുണ്ട്, മുളക് മല്ലിയൊക്കെ വെളിയിൽ കിടക്കുന്നുണ്ട്, സജി ചേച്ചി ഇല്ല പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോ അയാൾ അപ്പോഴാണ് ആ സ്റ്റെപ്പ് പടിവിട്ട് ഇറങ്ങിയത്. ഇപ്പൊ എല്ലാം സജിത എന്നുള്ള ഒരു ഇതല്ലേ. പിന്നെ അവര് വീട്ടിൽ വിലാസിനിയായിട്ട് ഞങ്ങൾ അടുത്തടുത്ത് തൊട്ട വീടാണ്. അപ്പൊ അങ്ങനെ തൊട്ട വീടാകുമ്പോ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങളെ അയൽക്കൂട്ടത്തിൽ ഒരു ഇതുമാണ്, ഞങ്ങൾക്ക് പണിയൊക്കെ തന്നിട്ടിരിക്കുന്നവളാണ്. അപ്പൊ അതൊക്കെയാണ് അവർക്ക് പക. എന്റെ ഭാര്യ നിങ്ങളായിട്ടാണ് പോയത്, നിങ്ങളാണ് പ്രശ്നക്കാര്, പിന്നെ നിങ്ങൾ മന്ത്രവാദികളാണ്, മന്ത്രം ചെയ്യാൻ പോകണം, എന്റെ കുടുംബം നശിപ്പിച്ചു എന്നൊക്കെയാണ് അയാളുടെ ധാരണ എന്നാണ് ആദ്യത്തെ പറച്ചില്. ഇപ്പൊ അതൊന്നുമല്ല, ഇപ്പൊ എല്ലാവരെയും കൊല്ലണം എന്നുള്ള ധാരണ മാത്രമേ ഉള്ളൂ അയാൾക്ക്. ഒരു വലിയ അന്ധവിശ്വാസിയായിരുന്നു പ്രതികരണം. എന്നെ എന്റെ മകളിനെ
ആ അത് സജി മരിക്കുമ്പോഴായിരുന്നു അങ്ങനെ. എന്റെ മകൾക്കായിരുന്നു ആദ്യത്തെ ഭീഷണി. രണ്ടാമതാണ് സജിതനെ കൊന്നത്. പിന്നെ വന്ന ഭീഷണിയാണ് ഇങ്ങനെ. പിന്നെ നിന്നെ അവളെ വിട്ടിട്ട് ഇവളെ കൊല്ലായിരുന്നു ഇപ്പൊ ഇറങ്ങിയ ശേഷം പറഞ്ഞതാണ് അയാൾ അങ്ങനെ. ഇപ്പോ ഈ സംഭവം നടക്കുമ്പോൾ താങ്കൾ വീട്ടിലുണ്ടായിരുന്നോ? ഏട്ടന്റെ അടുത്ത് ഇല്ല. അല്ല ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ 2 മിനിറ്റിന് മുമ്പാ ഞാൻ നെന്മാറയ്ക്ക് പള്ളിയിൽ പോയി. ഞാൻ 9:45 വണ്ടിക്ക് ഞാൻ പോയി. 9:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ അവിടെ നിൽക്കണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു. അയാൾ എന്ത് ചെയ്യണോ, നീ ഒന്ന് ശ്രദ്ധിക്കാൻ പോണ്ടാ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. അയാൾ അവിടെ നിൽക്കണമെന്ന് മാത്രം ഞാനൊരു കണ്ണുകൊണ്ട് കണ്ടിട്ട് ഓടി വന്ന് അമ്മായിന്റെ മകളുടെ വീട്ടിൽ കയറി ഡ്രസ്സ് മാറി ഞാൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതങ്ങനെ വെട്ടി 2 പേരിനെ കൊലപ്പെടുത്തിയിരിക്കണു എന്ന് പറഞ്ഞത്. ഞാനുണ്ടെങ്കിൽ എന്റെ വീട്ടിന് മുമ്പിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഇയാൾ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞതിന് മുതൽ നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ പോലും പേടിയായിരുന്നോ? പിന്നീട് ഒറ്റയ്ക്കൊക്കെ ആകുന്ന അവസ്ഥ ഭയാനകമായിരുന്നു. പിന്നെ ഞാൻ വാതിലടച്ച് വെക്കാം. വാതിലടച്ച് വെക്കും. എന്നിട്ട് ഈ ഗ്ലാസ്സിൽ കൂടെ ഇയാൾ എങ്ങനെ ആക്ഷൻ കാണിക്കുക. അപ്പൊ വാതിലടച്ച് കുട്ടി സ്കൂളിൽ പോകുമ്പോ അമ്മ വാതിലടച്ച് വെക്കുക, അമ്മ വെളിയിൽ ഇരിക്കണ്ട, അല്ലെങ്കിൽ മേമന്റെ അവിടെ പോയി ഇരിക്കുക, അമ്മ ഒറ്റയ്ക്ക് ഇരിക്കണ്ട പറയും. അപ്പൊ ഞാൻ പള്ളിയുള്ളത് കണ്ട് ഞാൻ പള്ളിയിൽ പോയി. ശരി, ദയവായി തുടരുക. നമുക്കൊപ്പം മറ്റ് അതിഥികൾ കൂടി ചേരുകയാണ്. പുഷ്പ തുടരുക, ഞാൻ പുഷ്പയിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ റോയ്, വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഈ പ്രതിയെക്കുറിച്ച്, ചെന്താമര എന്ന ഈ പ്രതിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ഇയാൾ വലിയ സൈക്കോ ആയിരുന്നു, വലിയ അന്ധവിശ്വാസിയായിരുന്നു. ആരെങ്കിലും 2 പേർ കൂടി നിൽക്കുകയോ അവർ സന്തോഷിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ ഇയാൾക്ക് സഹിക്കില്ലായിരുന്നു. അന്ധവിശ്വാസി ആയതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അന്ധവിശ്വാസം പരത്തുന്നവർ പറയുന്ന കാര്യങ്ങൾ ഇയാൾ വിശ്വസിക്കുകയും അതാണ് ഈ ആദ്യ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. താങ്കൾക്ക് ഈ സംഭവം മുഴുവൻ കാണുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? വലിയ ആരോഗ്യമുള്ള ആളായ അയാളെ കാണുമ്പോൾ തോന്നുന്നില്ല. ഒരു സാധാരണ ലോറി ഡ്രൈവറായിരുന്ന ഒരാൾ ഇങ്ങനെ കൊലകൾ നടത്തുകയാണ്. 12 മുറിവുകളാണ് ലക്ഷ്മിയുടെ ദേഹത്തുണ്ടായിരുന്നത്. സുധാകരൻ്റെ പുറത്ത് 6 മുറിവുകൾ. യാതൊരു ചാഞ്ചല്യവും അയാളുടെ മനസ്സിനുണ്ടാകുന്നില്ല. തുടർ കൊലകൾ നടത്തിയാലും എനിക്ക് ഒരു ശിക്ഷയെ ലഭിക്കൂ എന്ന് പലരോടും ഇയാൾ പറഞ്ഞിരിക്കുന്നതായി അറിയുന്നു. ഡോക്ടർ മോഹൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പൊതുവെ സമൂഹത്തിൽ പറയുന്ന കുറച്ച് വാക്കുകൾ, നമ്മൾ സൈക്കോ എന്നൊരു വാക്ക് ഇതിൽ ഉപയോഗിക്കുന്നു. എന്താണ് ഈ സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊരു എന്താ പറയുക, ഇപ്പോൾ ന്യൂജൻ ഭാഷ എന്ന് പറഞ്ഞാൽ തിരിച്ച് തന്തവൈവാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഈ സൈക്കോ എന്ന് പറഞ്ഞാൽ അത് എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനസിക പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ പണ്ട് ഈ മാനസിക രോഗമുള്ളവരെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നതിന് പോലെ തന്നെ തുല്യമായ ഒരു വാക്കാണത് എന്ന് പറയേണ്ടി വരും. 2, ഈ വ്യക്തിയെ നമ്മൾ ഒന്ന് പുറത്തു വന്ന പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിന് സ്വഭാവ വൈകല്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ സ്വഭാവ വൈകല്യം തന്നെ ആയിരുന്നിരിക്കാം ആദ്യത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദ്യത്തെ കൊലപാതകത്തിന് കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയതിനെന്തോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിച്ച് നമ്മളൊരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നതൊക്കെ അതൊരു തൊഴിലായി കാണുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നീളൻ മുടിയുള്ള ഒരു സ്ത്രീ അടുത്തുണ്ടെന്ന് പറഞ്ഞത്രേ. നോക്കൂ, ഇതിൽ പല ഇതും നാം വിശ്വസിക്കുന്നത് പൊതുവൽക്കരിച്ചു കൊണ്ട് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഏത് സ്ഥലത്താണ് നീളൻ മുടിയുള്ള ഒരു സ്ത്രീ ഇല്ലാത്തത്? ഇത് ഈ പറയുന്ന ആളങ്ങ് തട്ടിവിടുകയാണ്. ഈ തട്ടിവിട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വികലമായ ഒരു മാനസികാവസ്ഥ ഉള്ള ആൾക്ക് എന്ത് തോന്നാമെന്നും അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളതാണ് നാം ഇത് കാണുന്നത്. ഇതിലൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. നോക്കൂ, ആദ്യത്തെ സംഭവം നടന്നത് 2019. അദ്ദേഹം 22 പേരെ ജയിലിലായിരുന്നു എന്നാണ്. ഇത് ഒരു മൊഴിയായിട്ടുണ്ട്. ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം നടക്കുകയോ ഇത്തരം ഒരു ഐഡിയ പുള്ളിയുടെ മനസ്സിൽ കുത്തിവെച്ച ഒരാളെ കുറിച്ച് യാതൊരു പരാമർശമോ, അദ്ദേഹത്തിനെതിരായി ഒരു കൊലപാതക ശ്രമത്തിന്, കൊലപാതക പ്രേരണ കുറ്റത്തിന് കേസെടുക്കാനുള്ള യാതൊരു വകുപ്പുകളുമില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട സക്കറിയ ജോർജ് സാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ കയ്യിൽ നിന്നും കൂടി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി. അപ്പൊ അത്തരത്തിൽ സംവിധാനങ്ങൾ പോകുന്നു. 2, ഇത്തരത്തിലുള്ള ഒരു കുറ്റാരോപിതൻ ജാമ്യം ലഭിച്ച് പുറത്തു വരുന്നു.
നമ്മുടെ നാട്ടിൽ നോക്കും, നമ്മൾ എപ്പോഴും ഈ പോലീസ് ആക്ട് ചെയ്തില്ല, ഇപ്പം ഇന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് നടപടി വന്നിട്ട് പോലീസ് ആക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസിന്റെ എണ്ണം എത്രയാണെന്നും അവർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നേരിടാൻ പ്രാപ്തരാണോ എന്നും ആ ഫോഴ്സിന്റെ സ്ട്രെങ്തും ഒക്കെ അതിൽ വരും. പക്ഷെ ഈ കാര്യത്തിൽ കൃത്യമായി അവർക്ക് പരാതി ലഭിച്ചിരുന്നു എന്നതിന് ശേഷം പോലും ഈ വ്യക്തി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ എന്തുമാത്രം ജാഗരൂകരാണ് എന്നുള്ളതിന്റെ കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അതിലൊരു നോട്ടപ്പിശക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടത്. അങ്ങനത്തെ ഒരു നോട്ടപ്പിശകിന് അടുത്ത 2 ജീവനുകൾ വിലയായി കൊടുക്കേണ്ടി വന്നാൽ ഇത്തരം സംവിധാനമാണോ നമുക്ക് വേണ്ടത് എന്നും ആലോചിക്കേണ്ടത്. തീർച്ചയായും അക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായി ശ്രീ സക്കറിയ ജോർജിന് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പറ്റുമായിരിക്കും. ശ്രീ സക്കറിയ ജോർജ്, നോക്കൂ, 29-ന് ഈ കുടുംബം പരാതി നൽകുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട സുധാകരനും മകളും പരാതി നൽകുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന പുഷ്പ എന്ന അയൽവാസിയായ സ്ത്രീ പറയുന്നു അതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 25-നോ 26-നോ അവർ പരാതി കൊടുക്കുകയാണ്. 5 ദിവസം മുൻപെങ്കിലും അവർ ആ പരാതി കൊടുത്തിരുന്നു എന്നതാണ്. പലകുറി പരാതി കൊടുത്തു, പിന്നീട് നാട്ടുകാരൊക്കെ ഒപ്പിട്ട പരാതി കൈമാറി. അതിനുശേഷവും എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് 2 ജീവൻ നഷ്ടമാകുന്നത്. അപ്പോൾ പോലീസിന്റെ കുറ്റകരമായ അനാസ്ഥയുടെ ഇരകളല്ലേ ആ കൊല്ലപ്പെട്ട 2 ജീവനുകൾ? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ട്. ഒരു കൊലക്കേസിലെ പ്രതി ഉണ്ടെങ്കിൽ അയാൾ പരോളിലാകട്ടെ ജാമ്യത്തിലാകട്ടെ എങ്ങനെ ഇറങ്ങിയാലും അയാളെ ഷാഡോ ചെയ്യണം, അയാളെ മോണിറ്റർ ചെയ്യണം, അയാളെ സർവൈലൻസിൽ വെക്കണം. കാരണം അയാൾ നമുക്കറിയാം സാക്ഷികളെ, അയാളുടെ കേസിൽ സാക്ഷികളെ ആക്രമിക്കാം, മരിച്ചാളിൻ്റെ ബന്ധുക്കളെ ആക്കാം. ഇതൊക്കെ കോമൺ സെൻസ് പോലീസിംഗ് ആണ്. അതിന് വലിയ ശാസ്ത്ര ബുദ്ധിയൊന്നും വേണമെന്നില്ല. കാരണം ഇറങ്ങിക്കഴിയുന്ന ആൾ എപ്പോഴും പക വീട്ടാനുള്ള ഒരു കാര്യമാണ്. കാരണം മര്യാദയും ബോധവും നിയമത്തോട് ബഹുമാനവും ഇല്ലാത്തവരാണല്ലോ കൊലയ്ക്കും പോകുന്നത്. സംസ്കാരശൂന്യരാണ് ഇവരെല്ലാം. കാരണം മനുഷ്യജീവനാണ് ഭൂമിയിലെ ഏറ്റവും വിലയേറിയ അമൂല്യമായ കാര്യം. അപ്പോൾ അത് എടുക്കാൻ ഒരാൾക്ക് അവകാശമില്ല. ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് പോലും സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു നിയമമുള്ള രാജ്യത്ത് ഒരാൾ പോയി ഒരാളെ എങ്ങനെയാണ് കൊല്ലുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളെ പോലീസ് സർവൈലൻസിൽ കൊണ്ടുപോകേണ്ടതാണ്. ഗവൺമെൻറ് ഓർഡർ 3161 2007 കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ഓർഡർ ഇറങ്ങിയിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോലീസ് ജനങ്ങളുമായിട്ട് ഇടപെട്ട് കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് വഴി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആക്ടിവിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേണം. ഇതിന് ലക്ഷങ്ങളല്ല കോടികളാണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനും ചിലവാക്കിയത്. അപ്പോൾ കമ്മ്യൂണിറ്റി പോലീസിങ് എന്തിനു വെച്ചു? കമ്മ്യൂണിറ്റി പോലീസിങ് നിൽക്കുന്നത് ജനവും പോലീസും ചേർന്ന് നിന്ന് ജനങ്ങളുടെ സുരക്ഷതയും ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലൊരു പ്രിൻസിപ്പിളുമാണ്. ഞാൻ 2007 ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ കാര്യം 2008 ലോഞ്ച് ചെയ്യുന്നത്. ശ്രീ സക്കറിയ ജോർജ്, അത് ഇതിനേക്കാൾ നിസ്സാരമായ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ പോലീസ് ഇടപെടൽ വേണ്ടുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അത്തരം ഇടപെടലുകൾ ഉണ്ടാകണം എന്ന സതുദ്ദേശത്തോടു കൂടിയുള്ളതായിരുന്നല്ലോ. നോക്കൂ, ഇവിടെ ജീവന് പേടിയുണ്ട്, ഞങ്ങളുടെ ജീവന് പേടിയുണ്ട്, കൊല്ലുമോ എന്ന് ഭയമുണ്ട്. ഒരാളെ കൊന്ന വ്യക്തി കൂടിയാണ്, അങ്ങനെ ഒരു പ്രസിഡൻസും ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നൽകിയ പരാതിയാണ്. 1 മാസം പിന്നിട്ടിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത് പോലും. അപ്പോൾ എത്ര വലിയ അനാസ്ഥ! ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത, മനുഷ്യന്റെ ജീവൻ ഒരു പുല്ല് വില കൊടുക്കാത്ത തരത്തിലുള്ളൊരു സമീപനം. അത് നമ്മൾ കമ്മ്യൂണിറ്റി പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി അതിനേക്കാൾ എത്രയോ വലിയ അനാസ്ഥയാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല പോലീസിന് എങ്കിൽ അത് അവർ മനസ്സിലാക്കി പരാതി കൊടുത്ത് പലതവണ പരാതി കൊടുത്തിട്ട് പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനം എന്ന് ചോദിച്ചു പോത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം പോലീസിന്റെ ബേസ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ ആണ്. ആദ്യമേ ലൈഫാണ്, പിന്നെ ഉള്ള പ്രോപ്പർട്ടി ഉള്ളൂ. അപ്പോൾ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പം കോമൺ സെൻസ് ഉള്ളവർക്കെല്ലാം മനസ്സിലാകാം അവിടെ ഇഷ്യൂസ് ഉണ്ടാകാം. അയാൾ ഇറങ്ങുമ്പോൾ കോടതിയും കുറച്ചൊക്കെ കോഷ്യസ് ആകേണ്ടതായിരുന്നു. കാര്യം ഒരു കുറ്റവാളി, ഒരു കൊലപാതകി കുറച്ച് നാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നം? നമ്മുടെ നികുതി കാശിലാണല്ലോ അയാളെ തീറ്റി പോറ്റുന്നത്. അവിടെ കിടക്കട്ടെ, എന്തിനാണ് ഇറക്കി വിടുന്നത്? ഇപ്പം കാരണവരുടെ ചെറിയനാട് കേസിലെ അവരെ ഇറക്കി വിടാൻ പോകുന്നു.
അവർക്ക് 444 ദിവസമാണ് പരോൾ കൊടുത്തത്. ഇവർക്കെല്ലാം അങ്ങ് ഫ്രീ ആയിട്ട് എല്ലാം കൊടുത്തു. കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിൻ്റെ കൂട്ടു നിന്നുകൊണ്ട് അവർക്ക് ഇവരോടെല്ലാം മമതയാണ്. അപ്പോൾ ഇവരെ വരുന്നു, നമ്മുടെ മുമ്പിൽ ഒരാൾ വരുന്നു, ഇവർ വിചാരിക്കുന്നത് ഒരു വോട്ടാണ്. ക്രിമിനൽ വോട്ടൊക്കെ വാങ്ങിച്ച് ജയിക്കാതെ രാജ്യത്തെ നിയമം അനുസരിച്ച് ആത്മാഭിമാനത്തോടു കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ വരണമല്ലോ. ഈ വോട്ടിന് ഒരു ക്വാളിറ്റി പ്യൂരിറ്റി ഒക്കെ വേണം. പോക്കറ്റ് അടിക്കാരൻ്റെയും മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെയും പിന്നെ ഇല്ലിസിറ്റ് ലിക്കർ വിൽക്കുന്നവൻ്റെയും കൊലപാതകയുടെയും ഒക്കെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ ഇവർ ആർക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത്? അവരുണ്ടാക്കാൻ പോകുന്ന നിയമം അവർക്ക് വോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ വന്നവനും തോരണം ഒട്ടിക്കാൻ വന്നവനും കൊടി കയറിയവനും കൊടി കെട്ടുന്നവനും എതിർ പാർട്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറുന്നവരൊക്കെയാണ് ഇവരുടെ പ്രിയർ. അപ്പം ആര് വന്നാലും ഇവർ റെക്കമെൻഡ് ചെയ്ത് വിടും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച പറഞ്ഞാണ്, ഒരു ഇടുക്കിയിൽ നേരിമംഗലം സൈഡിൽ ഒരാൾ 9 വയസ്സുള്ളൊരു കുട്ടിയെ റേപ്പ് ചെയ്തു. അവർ വളർന്നു വലുതായി, അവർക്ക് കുട്ടിയായി, അവരെ അന്യ സ്റ്റേറ്റുകാരൻ ഒരാളെ കെട്ടിയോ, അവരുടെ 9 വയസ്സുള്ള കുട്ടിയെ ഇയാൾ തന്നെ റേപ്പ് ചെയ്തു. ഇതിലെ സെയിം ആള് അമ്മയെ കൊന്നു, അച്ഛനെയും അമ്മൂമ്മയും കൊന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ ആ സ്ത്രീയെ റേപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ മകളെ 9 വയസ്സുള്ളതിനെ റേപ്പ് ചെയ്തു. അവർ മരിച്ചു, അപ്പൻ മരിച്ചു. അപ്പൻ ഒറീസക്കാരനായിരുന്നു. അപ്പം അവസാനം അവർ ഈ പറയുന്ന സോക്കോൾഡ് രാഷ്ട്രീയക്കാർ, ഇന്ന് ഭരണത്തിലിരിക്കുന്ന ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരുടെ സഹായത്തോടു കൂടിയാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. അവരേറെയായൊരു പറഞ്ഞാണ് അവർ പലായനം ചെയ്ത് അവിടുന്ന്. കാര്യം ഇയാൾ അവിടെ വന്ന് നിൽക്കുക. പിന്നെ ദൈവം വലിയവനാണ്, ദൈവത്തിൻ്റെ ആക്ട് ഓഫ് ഗോഡ്. അത് കാരണം അയാൾ മരിച്ചുപോയി. അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, സാർ എൻ്റെ ഇനി കംപ്ലീറ്റ് ചെയ്യണം. ഇളയ പെൺകുട്ടിയുണ്ട്, ഇനി ജീവിച്ചിരിക്കുന്ന സർവേ ചെയ്യുന്ന ഒരു മോനും ഒരു മോളുമാണ്. ഈ സ്വന്തം പെങ്ങളെ മുമ്പിൽ വെച്ച് കൊന്നപ്പോൾ ആ സഹോദരൻ മെൻ്റലി റിട്ടാർഡായി. അതിൻ്റെ ഇളയ കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇനി ഇയാൾ ഉപദ്രവിക്കുവാണെങ്കിൽ ഞങ്ങൾ കുടുംബം ഒന്നടങ്കം സൂയിസൈഡ് കൊള്ളുന്നു. ഇവർ പോയി പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞു, പാർട്ടിക്കാരും കേട്ടില്ല. ഇതാണ് നമ്മുടെ സമൂഹം. എല്ലാവരും ഈ ഗാന്ധിജിയുടെ ശുഭ്ര വസ്ത്രമൊക്കെ ഇട്ട് നടന്നിട്ട് ഇവർ ഈ രാജ്യത്തിനും മനുഷ്യവംശത്തിനും ഗുണമല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തു വെക്കുന്നത്. ഇവർക്കെല്ലാം ക്രിമിനൽസിനോടാണ് കൂടുതൽ സ്നേഹം. ലോ അബൈഡിങ് സിറ്റിസനോട് വേണം. ഈ രാജ്യത്തെ ഉത്തമ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരോട് വേണം പൊതുപ്രവർത്തകർക്ക് ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാകാൻ. അതുപോലെ തന്നെ പോലീസിനും ഉണ്ടാകണം, ജുഡീഷ്യറിക്കും വേണം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം. നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ബലദേവ്, നോക്കൂ, എത്ര സംഭവങ്ങളാണ് ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എത്ര അക്രമങ്ങൾ, ഒന്നിനും തടയിടാൻ പോലീസിനാകുന്നില്ല. അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളം ചർച്ച ചെയ്യുന്നു. ഇവിടെ നോക്കൂ, 1 മാസം മുമ്പ് ഞങ്ങൾക്ക് ജീവനി ഭയമുണ്ട് എന്ന് പോലീസിനെ അറിയിച്ചവർക്ക് 1 മാസത്തിന് ശേഷം 2 പേരെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അവർ എത്രയോ മുൻകൂട്ടി പറഞ്ഞിട്ടും പോലീസ് ചെയ്യേണ്ടതൊന്നും ചെയ്തതുമില്ല. അവർ പരാതിപ്പെട്ടിട്ട് പോലും അതിൽ ഇടപെട്ടിട്ടില്ല. കണ്ണും കെട്ടി നോക്കി നിന്നു 2 മനുഷ്യരുടെ ജീവൻ എടുക്കാൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പോലീസിന്റെ ദൗത്യം എന്താണ് ശ്രീ ബലദേവ്? മുഖ്യമന്ത്രിക്ക് മാത്രം സുരക്ഷയൊരുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായലാണോ പോലീസിന്റെ ജോലി? പോലീസ് ഇതിനകത്ത് വളരെ കൂടുതൽ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി ഒന്നും കൂട്ടുപിടിക്കണ്ട. അല്ല, രക്ഷാദൗത്യം ആരുടേതായാലും രക്ഷാദൗത്യത്തിന് മുഖ്യമന്ത്രിക്ക് നാവുണ്ടായിരുന്നു പറയാൻ. മുഖ്യമന്ത്രിക്ക് മാത്രം മതിയോ? സാധാരണ പൗരന് വേണ്ടേ? ഞാൻ പറയട്ടെ. ഇത് 2019 ഈ സംഭവം നടന്നു. അദ്ദേഹം 3 വർഷം കഴിഞ്ഞാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിക്കുമ്പോൾ നോൺ ബെയിലുള്ള ഒഫൻസുകളിൽ, വിശേഷിച്ച് ഇങ്ങനെയുള്ള ഒഫൻസുകളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് കോടതി ഇമ്പോസ് ചെയ്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കുന്നത്. ആ ജാമ്യം ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലീസാണത് റിപ്പോർട്ട് ചെയ്യുകയും പ്രോസിക്യൂട്ടർ കോടതി പെറ്റീഷൻ ഇടുകയും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ ജാമ്യം ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പറയേണ്ട ആവശ്യമില്ല. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ പോലീസിന് തുടരെ വീഴ്ചകൾ സംഭവിച്ചാൽ ആരാണ് ഇടപെടേണ്ടത് ശ്രീ ബലദേവ്? ഞാൻ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ആരാണ്? ആരോടാണ് വിരൽ ചൂണ്ടുക? ആരോടാണ് ചോദിക്കുക? ഞാൻ പറയട്ടെ. ഞാൻ രേണ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറയട്ടെ. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ 10:32, 24
17 പ്രതികളായിരുന്നു ഒരു വീട്ടിൽ കയറി അടിച്ച കേസിലെ പ്രതികൾ. അതിൽ 5 പ്രതികൾക്ക് ഞാനാണ് ജാമ്യം എടുത്തത്. അത് കണ്ടീഷണൽ ബെയിലാണ് ഒരു പഞ്ചായത്തിൽക്കാരെടുത്തും പറഞ്ഞത്. തെക്കമ്പാം പോലീസിന്റെ പരിധിയിലുള്ള അവിടെ വെച്ച് അടി ഉണ്ടാവുകയും തെക്കമ്പാം പോലീസ് ശാസ്താംകോട്ട റിപ്പോർട്ട് ചെയ്യുകയും ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ശാസ്താംകോട്ട പ്രോസിക്യൂട്ടർ പെറ്റീഷൻ ഇടുകയും ആ പ്രതിയുടെ ബെയിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അത് കേരളത്തിലെ പോലീസ് തന്നെയാണ്. ആ നമ്പർ ഞാൻ പറഞ്ഞത് തെക്കമ്പാവത്താണ് സംഭവം നടന്നത്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു ആദ്യത്തെ സംഭവം നടന്നത്. ഇത് പോലീസിന്റെ അധികാര പരിധിയാണ്. പോലീസ് തീർച്ചയായിട്ടും അവരങ്ങനെ പരാതി കൊടുത്തപ്പോൾ അത് ചെയ്യണമായിരുന്നു. ഒന്നത്. മറ്റൊന്ന്, അഡ്വക്കേറ്റ് ബലദേവ്, അവരുടെ പരാതി കിട്ടാനായി കാത്തിരിക്കേണ്ട പോലും ആവശ്യമില്ല. നോക്കൂ, ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതികൾ ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സർവൈലൻസിൽ വെക്കണം എന്നതുപോലും നിർദ്ദേശമായി ഉള്ള ഇടത്താണ് അതുണ്ടായില്ല. അതിനുശേഷം പരാതികൾ, തുടർ പരാതികൾ, നാട്ടുകാർ, ഒരു നാട് മുഴുവൻ ഭയപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പേടിയാണ്, അയാൾ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുമെന്ന് പേടിയാണ് എന്ന് പറഞ്ഞ് നിവേദനം നൽകുന്നു. ഒപ്പിട്ട നിവേദനം നൽകിയിട്ടും ഇടപെടുന്നില്ല. പോലീസ് സ്റ്റേഷനിലോട്ട് പോകാത്ത ഈ പ്രതിയെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ പുറത്തിറങ്ങി വന്ന് കണ്ട് ഒത്തുതീർപ്പാക്കി വിടുകയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് പോലീസിന്റെ ഭാഗത്ത് പരിപൂർണമായ അനാസ്ഥയുണ്ട്. പിന്നെ ഇതിനകത്ത് നിയമപരമായ ചില കാര്യങ്ങളുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന കണ്ടീഷണൽ ബെയിലിന്റെ ഒരു പീരീഡ് ഉണ്ട്. ഏതൊരു കണ്ടീഷണൽ ബെയിലിന്റെ ഒരു പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് നിലനിൽക്കില്ല. സാധാരണഗതിയിൽ കണ്ടീഷൻ ബെയിൽ കൊടുക്കുന്ന 1 മാസം, 2 മാസം, അല്ലെങ്കിൽ ചാർജ് ഫ്രെയിം ചെയ്ത് ചാർജ് കുറ്റപത്രം കൊടുക്കുന്നു. ഇങ്ങനെ ആ കണ്ടീഷണൽ ബെയിലിനകത്തല്ല, അൺകണ്ടീഷണൽ ആയിട്ടല്ല വരുന്നത്. ആ കണ്ടീഷണൽ ബെയിലിൽ തന്നെ ചില കണ്ടീഷൻ ഉണ്ടാകും. ഇത്ര നാൾ വരെയാണ് നിൽക്കുന്നത്. പിന്നെ ഒരാൾ ഭീഷണി ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും പോലീസിന് അവരെ കസ്റ്റഡിയിലെടുക്കാം, അവർക്കെതിരെ നടപടി സ്വീകരിക്കാം. അയാൾ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെയിൽ ക്യാൻസൽ ചെയ്യാനുള്ള. താങ്കൾ ഈ പറഞ്ഞ ന്യായമൊന്നുമല്ല. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന വിവരം സ്റ്റേഷനില്ലായിരുന്നു എന്ന വിവരമാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടാണ് SHO കൊടുത്തിരിക്കുന്നത്. അത് തള്ളിയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഓർഡർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് സസ്പെൻഷൻ നടപടി അല്ല എന്നറിയാമെങ്കിൽ പോലും അതിലേക്ക് പോകേണ്ടി വന്നു. ഇനി താങ്കൾ ഇതിനെ ഈ രീതിയിൽ ന്യായീകരിക്കണമോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ന്യായീകരിക്കുകയല്ലല്ലോ, ഞാൻ പോലീസ് തെറ്റാണെന്നല്ലേ പറയുന്നത്. പോലീസിന്റെ ഭാഗത്തും തെറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ബെയിൽ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ബെയിൽ ഇന്ത്യൻ ഭരണഘടനയും ക്രിമിനൽ പ്രൊസീജിയർ കോഡും പുതിയ BNSS അംഗീകരിച്ചിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ പ്രതി ആജീവനാന്തം ജയിലിലിടാൻ ഇവിടെ ഒരു നിയമമില്ല. അത് സുപ്രീം കോടതി, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് ശ്രീ ബലദേവ്. അത് മറ്റുള്ളവരുടെയും കൂടെ ജീവൻ എടുക്കാനുള്ള അവകാശമൊന്നും അല്ലല്ലോ. മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനുള്ള അവകാശമല്ലല്ലോ. അയാൾ വെറുതെ ഇരുന്ന് ചെയ്തതല്ലോ. നാട്ടുകാർ ഒന്നും അറിയാതിരുന്നതല്ലോ. ഞങ്ങളെ കൊല്ലും, അതിനുള്ള സൂചനകളുണ്ട്, അയാൾ അങ്ങനെയുള്ള സൂചനകൾ നൽകുന്നു എന്ന് പറഞ്ഞ ആളുകൾ രേഖാമൂലം പരാതി കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞാണ് കൊലപാതകം നടക്കുന്നത്. അത് അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞില്ല എന്ന് നടിക്കാൻ ആരെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ടാണോ എന്നാണ് സംശയം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സക്കറിയ ജോർജ്, സാധാരണ നിലയിൽ ഇല്ലല്ല, ഞാൻ താങ്കളിലേക്ക് വരാം. നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ്. ശ്രീ സക്കറിയ ജോർജ്, നോക്കൂ, ഇവിടെ സാധാരണ നിലയിൽ ഇത്രയും വലിയ പരാതി ഒരാളുടെ അല്ല, 2 വ്യക്തികളുടെ അല്ല, ഒരു നാട്ടിലെ കുറെ അധികം പേർ പരാതി നൽകുകയാണ്, ഒപ്പിട്ട് പരാതി കൊടുക്കുകയാണ്. അതും ഒരു കൊലപാതക കേസിലെ പ്രതി എത്തി ഞങ്ങളെ കൊല്ലുമെന്ന് ഭീതിയുണ്ട്, നേരത്തെ തന്നെ കൊല്ലുമെന്ന് പല ആളുകളോടും പറഞ്ഞു നടന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പരാതിയിൽ ഇത്ര നിസ്സഹകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെങ്കിൽ അത് വെറുതെ കേരള പോലീസ് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കുമോ, അല്ലെങ്കിൽ അവരുടെ സ്ഥിരം അനാസ്ഥയുടെ ഭാഗമായിരിക്കുമോ, അതോ വല്ലോ ഇടപെടലുകളുടെ ഭാഗമായിരിക്കുമോ? പോലീസ് സത്യസന്ധമായി പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഈ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് പോലീസ് നിർജീവമാണ്. കാര്യം പോലീസ് എന്ത് ചെയ്താലും ഈ പാർട്ടി ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ച് ഒന്ന് പറയും, അടുത്ത ആൾ വിളിച്ചിട്ട് വേറൊന്ന് പറയും, മന്ത്രി വിളിച്ച് വേറൊന്ന് പറയും, അല്ലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി വിളിച്ച് വേറൊന്ന് പറയും. അപ്പോൾ പോലീസ് ഡീമോറലൈസ്ഡ് ആണ്. ശശി ഒന്നും നേരിട്ട് വിളിച്ച് പറയത്തില്ല. അവർ ADGP ലോ ആൻഡ് ഓർഡറിനെ കൊണ്ടും IG-മാരെ കൊണ്ടും ഒക്കെ വിളിപ്പിച്ചുള്ള ഇൻഡയറക്റ്റ് ഓപ്പറേഷനാണ്. ഈ പോലീസിനെ ഡീപൊളിറ്റിസൈസ് ചെയ്യണമെന്ന് 22 സെപ്റ്റംബർ 2006 സുപ്രീം കോടതി പറഞ്ഞാണ്. ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ എല്ലാം ഫോൺ ഒന്ന് ടാപ്പ് ചെയ്ത് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ വെച്ചുകൊണ്ട് പെർഫോമൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി നേരത്തെ കമ്മീഷൻ വെച്ചാണ് ഒരു സിറ്റിംഗ് ജഡ്ജിനെ കൊണ്ട് ഇത് ചെയ്യിപ്പീര്. അത് ഉത്തരവാദിത്വമായിട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഈ രാജ്യത്തെ എല്ലാ ആൾക്കും ആർട്ടിക്കിൾ 141, 142, 142(4) പ്രകാരം ഇവിടെ ഉത്തരവാദിത്വമുണ്ട്. നോക്ക്, അന്നേരം അറിയാം ആരൊക്കെയാണ് വിളിക്കുന്നത്, മാന്യന്മാർ എന്തിനൊക്കെയാണ് കയറി ഇടപെടുന്നത് എന്നുള്ളത്. ഇത് മൊത്തം തകർത്ത് നശിപ്പിച്ച് നാശമായി ഒരു ഡീമോറലൈസ് ഫോഴ്സിനെയാണ് വെച്ചേക്കുന്നത്. പിന്നെ പണ്ട് 2002 KJ ജോസഫ് സാർ ഉണ്ടായിരുന്നു. അന്നൊന്നും ആരും വിളിക്കത്തില്ല. അത് വിളിച്ചാലും അതിനകത്ത് അദ്ദേഹം ഒന്നും ഇടപെടത്തില്ല. നിയമവാഴ്ചയെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇപ്പം എന്താ ചെയ്യുന്നു? സീനിയേഴ്സിനെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് ജൂനിയർ ആയിട്ടുള്ള
ആളിനെ പിടിച്ച് DGP ആക്കി വെച്ചിട്ട് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യിപ്പിക്കും. നമ്മൾ പണ്ട് മൂന്നാം പറയ സിനിമയെ കണ്ട പോലെ ചാടി റാമ എന്ന് പറയുമ്പോൾ ചാടിക്കൊണ്ടിരിക്കുന്നവരെയാണ് പിടിച്ചു വെച്ചേക്കുന്നത്. DGPക്ക് എന്താ ജോലി? പുള്ളിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും വീട്, അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട് ജപ്തി ചെയ്തെന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി എറണാകുളത്ത് പിന്നെ അവിടെ ഒരു വീടുണ്ട് മരട് ഭാഗത്ത്. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പ്രധാന ജോലി. ഇൻകം ജനറേറ്റിംഗ് ആണ്. ഇതൊക്കെ ഒരു തപസ്യയാണ്. ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആകണം. ഈ പറയുന്ന ഒരു സ്റ്റേറ്റില് ജനങ്ങളെ സേവ് ചെയ്ത് അന്തസ്സായിട്ട് ഇവിടെ നിയമവാഴ്ചയുണ്ട്, നിഷ്പക്ഷമായ പോലീസിംഗ് ഉണ്ട്, ഫെയർ ആൻഡ് ഫ്രീ ആണ് പോലീസിംഗ് വരുത്തി തീർത്താൽ ഇവരൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കും. അത് ചെയ്യാനാണ് ഇവരൊക്കെ പോകുന്നത്. ഇവർക്കൊക്കെ സുഭിക്ഷമായിട്ട് ജീവിക്കണം. ഇവർക്ക് പിന്നെ പോലീസ് 2-3 വണ്ടികള്, ഭൃത്യന്മാര്, ഇതൊക്കെ നേരത്തെ ഓർഡറൊക്കെ ഇട്ട ഇവരുടെ എല്ലാം വീടുകളിലെല്ലാം ഇവർക്ക് സുഖിച്ച് ജീവിക്കാനുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ മാറിയിട്ട് ഇതൊരു സർവീസാണ്. സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഇവർ ഇറങ്ങട്ടെ. ഈ പറയുന്നത് ത്യാഗമുണ്ട് പോലീസിനകത്തുള്ള ഒരു പറയുന്നത്. ഇതൊരു പിന്നെ ആക്ച്വൽ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ജോലിയാണ്. എന്നാൽ നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയം, ജീർണിച്ച രാഷ്ട്രീയം കൊണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, ജീർണിച്ച രാഷ്ട്രീയം കൊണ്ട് ഒരു കാരണവശാലും നല്ല ഓഫീസർമാരെ നല്ല പോസ്റ്റിൽ ഇരുത്തത്തില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? ഇതെല്ലാം പോകുന്നു. ഈ 2 പേര് മരിച്ചു. ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയോ അല്ല ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫോ ഈ വീട്ടിൽ വരെ ഒന്ന് പോയോ? ഇവിടുത്തെ സമ്പന്നരാണ്, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ അവർ പോകും, അവിടെ റീത്ത് വെക്കും. ഇതെന്തോ ഒരു ഹോണർ കൊടുക്കണ്ടേ? പോലീസിന്റെ വീഴ്ച കൊണ്ട് പറ്റിയവർക്ക് ഇത് സ്റ്റേറ്റ് ഹോണർ കൊടുക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് പല അർഹിക്കാത്തവർക്കൊക്കെ സംസ്ഥാന ബഹുമതിയിൽ അടക്കം ചെയ്യുന്നു. ഇത് സ്റ്റേറ്റിന്റെ വീഴ്ച കൊണ്ട് പറ്റിയൊരു കൊലപാതകമാണ്. സ്റ്റേറ്റിന്റെ ഹോണർ കൊടുക്കണം. കാര്യം ആ പാവപ്പെട്ടവർ എന്ത് ചെയ്യാനാ? ആ കുഞ്ഞുങ്ങൾ കരയുന്ന കണ്ടില്ലേ? അവർക്ക് മറുപടി പറയാന് DGPയും ചീഫ് സെക്രട്ടറി ഒന്നും പോകാത്തത് അതാണ്. അവരൊക്കെ ബ്രില്യൻ്റാ, വളരെ മിടുക്കരാണ്. അവർ ചോദിക്കുന്നവർക്ക് ഇവർക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ചീഫ് സെക്രട്ടറി ആണെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിന് ഡാൻസിന് പോകും. DGP അദ്ദേഹത്തിന്റെ ഇഷ്ടമായിട്ട് അദ്ദേഹം നടക്കുന്നു. പക്ഷെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് കഴിയുന്നില്ല. ഈ പറയുന്ന സിസ്റ്റത്തിനെ വൈബ്രന്റ് ആക്കേണ്ടത്, പ്രൊഫഷണൽ ആക്കേണ്ടത്. രംഗനാഥ് മിശ്ര സുപ്രീം കോടതി ജഡ്ജായത് സർദാർ പട്ടേലിന്റെ മെമ്മോറിയൽ ടോക്കിന് നാഷണൽ പോലീസ് അക്കാദമി പോയപ്പോൾ പറഞ്ഞത്, ഈ ലോകത്തെ നല്ല രാജ്യങ്ങളെല്ലാം പ്രൊഫഷണലായി, നമുക്കും നല്ലൊരു പ്രൊഫഷണൽ കൾച്ചർ വേണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്രൊഫഷണലിസം ഇല്ലാത്ത? CA ചെയ്ത് SP-ക്ക് ഉത്തരവാദിത്വം ഇല്ലേ? സർക്കുലർ 44/2020 SP-ക്ക് ഉത്തരവാദിത്വമുണ്ട്, DIG-ക്കുണ്ട്, IG-ക്കുണ്ട്, ADGP-ക്കുണ്ട്, DGP-ക്കുണ്ട്, ഹോം സെക്രട്ടറിക്കുണ്ട്, ചീഫ് സെക്രട്ടറിക്കുണ്ട്. ഇവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ടാകേണ്ടത്. അപ്പൊ അതൊരു കൂട്ടുത്തരവാദിത്തമാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നു എന്നതാണ്. ഡോക്ടർ മോഹൻ റോയ്, കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ചേന്ദമംഗലത്ത് ഒരു കൂട്ടക്കുരുതി കണ്ടത്. നമ്മളൊക്കെ കരുതും നമ്മൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത് നമ്മുടെ സ്വന്തം വീടുകളിലാണ് എന്ന്. ചേന്ദമംഗലത്ത് അയൽവാസി തൊട്ടടുത്ത വീട്ടിൽ കയറി ആ വീട്ടിലിട്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് കൊലപാതകം നടത്തുന്നത് 3 പേരെ. പിന്നീട് പറഞ്ഞു ഒരാൾ രക്ഷപ്പെട്ടതിലാണ് തനിക്ക് നിരാശ എന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു. ഇവിടെ നോക്കൂ, ഇവിടെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആണ് ഈ കൊലപാതകം നടക്കുന്നത്. സ്വന്തം അമ്മയെ കൊന്ന മകൻ പോലീസ് വാഹനത്തിലിരുന്ന് മാധ്യമങ്ങൾക്ക് ചുംബനം നൽകുന്നതാണ് നമ്മൾ കണ്ടത്. എന്ത് തരം കൊലയാണ്? എന്ത് തരം മനുഷ്യരാണ് ഇത്? എന്തുകൊണ്ട് നമ്മളുടെ സമൂഹം ഇങ്ങനെ മാറുന്നു? ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അല്ല, നമ്മളിപ്പോഴും വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ടെന്നാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സംഭവമൊക്കെ നടന്നതുകൊണ്ട് ചിലപ്പം ജാമ്യ വ്യവസ്ഥകളും ബാക്കിയൊക്കെ പോലീസ് പല സ്ഥലത്തും കർശനമായി നോക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനിയും ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികൾ നടത്താനും സാധ്യതയുണ്ട്. ഇതിൽ വളരെ കൃത്യമായി സംവിധാനങ്ങളുടെ ഇടപെടൽ ആവശ്യമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആശയമാണ്. പക്ഷേ ഈ പോലീസ് ഫോഴ്സിലും ഒക്കെയുള്ള അംഗബലത്തിൻ്റെ പരിമിതിയും ഒക്കെ ഉണ്ട്. ഇത് സമൂഹം ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ നടക്കാഞ്ഞ ഒരു കാര്യം അതാ. സമൂഹത്തിൽ നിന്നും അവിടെ താമസിക്കുന്നതും കൃത്യമായ വിവരം കിട്ടിയെങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കാര്യശേഷി അവിടുത്തെ സംവിധാനം കാണിച്ചില്ല എന്നുള്ളതാണ്. അത് മാറ്റിവെക്കുകയും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിൽ വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനസിക രോഗമെന്നുള്ള ഒരു ആംഗിളിലേക്കാണെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമെന്ന് വെച്ചാൽ പോലീസ് കൃത്യമായി നേരത്തെ പോയിട്ട് ആദ്യമേ ഈ മാനസികാരോഗ്യത്തിൻ്റെ ഡിഫൻസ് എടുക്കത്തില്ല. കാരണം പോലീസ് ഈ ഡിഫൻസ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ പ്രതിക്ക് ആനുകൂല്യം കിട്ടാനേ അത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറ്റാരോപിതനാണ് ചെയ്യേണ്ടത്. കുറ്റാരോപിതൻ അത് ചെയ്യുമെങ്കിൽ പ്രാഥമികമായി അയാൾ കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കേണ്ടി വരും.
ഒരു കുറ്റകൃത്യത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇയാളാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളത് സംശയാതീതമായി നിയമത്തിൻ്റെ സുവർണ ചങ്ങലകളാൽ തെളിയിക്കുക എന്നുള്ളതാണ്. അത് പോലീസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ തിരിച്ച് ഈ പ്രതി ഞാനാണ് കൊലപാതകം ചെയ്തത് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മാനസികരോഗം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രതി ആ കുറ്റം ഏൽക്കുകയാണ്. പിന്നെ സംവിധാനത്തിന് ജോലി എളുപ്പമാണ്. പക്ഷെ പോലീസ് ഒരിക്കലും ആ ഒരു ഇൻസാനിറ്റി ഡിഫൻസ് എന്ന് പറയുന്ന പഴയ സെക്ഷൻ 84 ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ 22, അത് സംവിധാനം പറയില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ശിക്ഷയിലും ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും അത് ചെയ്യാത്തത്. പക്ഷേ അതിൻ്റെ ഒരു ദാരുണമായ അന്ത്യമാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ചില മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കാമെന്നാണ് പൊതുവെ പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായി സമൂഹം നിരീക്ഷിക്കേണ്ടതുണ്ട്, സംവിധാനങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി തന്നെ യഥാർത്ഥത്തിൽ നിയമങ്ങളിൽ ചില മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇനി ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്കുള്ള സൂചകങ്ങൾ കൂടി ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുറപ്പിക്കേണ്ടതാണ്. നിയമത്തിലൊക്കെ ഇതിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരം ആൾക്കാർ നോക്കൂ, നമ്മളൊരു വ്യക്തി, നമ്മൾ ഇപ്പോൾ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, എനിക്ക് തോന്നുന്നു സക്കറിയ ജോർജ് സാറിനൊക്കെ അറിയാം, ഒരു വ്യക്തി എത്രമാത്രം സുരക്ഷിതമാണെന്നുള്ളതിൻ്റെ പാരാമീറ്റേഴ്സും ഉണ്ട്. അത് നമ്മൾ VIP സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ പുറത്ത് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ വളണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ വളണറബിൾ ആയ ആൾക്കാർ നമുക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇത്തരം മാനസിക പ്രശ്നങ്ങളുള്ള ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഇറക്കി വിടാതെ നോക്കേണ്ടത് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളുടെ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ളവരെ അവർക്ക് ശിക്ഷ പല രീതിയിലാണ്. ഇപ്പോൾ ചിലയിടത്ത് വധശിക്ഷ ഉണ്ടാവാം, ചിലയിടത്ത് വധശിക്ഷയിൽ നിന്ന് എക്സെപ്ഷൻ കിട്ടാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ദീർഘനാൾ ഒരു കാരാഗ്രഹത്തിലടക്കും. ഇപ്പം തന്നെ നമ്മുടെ പല കേസുകളിലും 2 ജീവപര്യന്തം എന്നൊക്കെ പറയുന്നത് പോലെ അവർ റിഫോമിന് വിധേയമായില്ലെങ്കിൽ അവരിൽ നിന്ന് സമൂഹത്തെയും സമൂഹത്തിൽ നിന്ന് അവരെയും നോക്കൂ. ഇതിലൊരു വലിയ അപകടം നാം കാണേണ്ടത് അവരിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കേണ്ടതുണ്ട് എന്നതിനപ്പുറം തന്നെ ഇത്തരം ഒരാളെ കൃത്യമായ ആൾക്കാരുടെ മുന്നിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമൂഹം എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ നേരത്തെ സൂചിപ്പിച്ച കേസിലെ ആ കുറ്റാരോപിതനെ ആ വീട്ടിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ ആക്രോശിച്ചെടുത്ത് നാം കണ്ടതല്ലേ. അപ്പോൾ ഇയാളിൽ നിന്ന് സമൂഹത്തെയും സമൂഹത്തിൽ നിന്ന് ഇയാളെയും രക്ഷിക്കേണ്ട ഒരു കടമ കൂടി സംവിധാനങ്ങൾക്കുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള നിയമത്തിലൊക്കെ പൊളിച്ചെഴുത്ത് വന്നില്ലെങ്കിൽ തീർച്ചയായും ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. ലഹരിയുടെ ഉപയോഗവും മറ്റും മാറുന്നതിനനുസരിച്ച് കാലാനുസൃതമായി നമ്മുടെ സംവിധാനങ്ങൾ ഉണരേണ്ടതുണ്ട്, ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനിയും ഉണ്ടായത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോത്തുണ്ടിയിൽ ഈ പ്രതിക്കായുള്ള വ്യാപകമായ തെരച്ചിൽ നടക്കുന്നതാണ്. പോലീസിന്റെയും നാട്ടുകാരുടെയും സംയുക്ത ശ്രമമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. പോലീസ് സംഘത്തിൽ ഒരാൾ തന്നെ ഈ പ്രതിയെ കണ്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. അവിടം കേന്ദ്രീകരിച്ച് വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. CCTV-കൾ ഉൾപ്പെടെ പ്രദേശത്തെ CCTV-കൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ്. ചെന്താമര പോത്തുണ്ടിയിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. മാട്ടായി എന്ന സ്ഥലത്താണ് ഇയാൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ചെന്താമര തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. പോലീസ് സംഘത്തിലെ ഒരാൾ ഇത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. പ്രദേശത്ത് ഇപ്പോൾ പോലീസും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നാട്ടുകാരും ചേർന്നുള്ള വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഒരുപക്ഷെ ഈ രാത്രി തന്നെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ അയാൾ ഓടി രക്ഷപ്പെട്ടു. ആളുകളെ കണ്ട് അവരുടെ സാമീപ്യം മനസ്സിലാക്കി ഓടി രക്ഷപ്പെട്ടു എന്നതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പോലീസ് ഇപ്പോൾ CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. അങ്ങനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. പുഷ്പയിലേക്ക് വീണ്ടും. പുഷ്പ, ഇയാളുടെ ഒരു പ്രകൃതം അനുസരിച്ച് അയാൾ ആ കാടുകളിൽ തന്നെ ഉണ്ടാകുമെന്നത് വലിയ സംശയമായിരുന്നു. പക്ഷേ കോഴിക്കോട് നിന്നുമൊക്കെ ആളുകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള തെറ്റായ ഇൻഫർമേഷൻസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വരുന്നതും നമ്മൾ കേട്ടു. ഇയാൾ പോലീസിന് പിടികൊടുക്കാതെ ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ബുദ്ധിമാനായ ഒരു ക്രിമിനൽ ആണ് എന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടുമോ എന്ന ഭയമുണ്ടോ നിങ്ങൾക്ക്? പിന്നെ രക്ഷപ്പെടുമോന്ന് ഭയന്നിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ആയത്. രക്ഷപ്പെടുമോന്ന് നല്ല ഭയമുണ്ട്. അത് പോലീസുകാരുടെ തീർച്ചയായിട്ടും ഉണ്ട്. എന്നുവെച്ചാല് ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടുമെന്ന് നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടോ? സഹായം കിട്ടുന്നുണ്ട് എന്നൊരു സംശയമുണ്ടോ? ഉണ്ട്. അവര് ചേട്ടന്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു. അവരുടെ കുടുംബക്കാര് വിലാസിന്റെ അവരുടെ ആൾക്കാരുടെ അടുത്തും ഞാൻ പറഞ്ഞു, ഇയാളിങ്ങനെ ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്. അവര് ഏട്ടന്റെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ വിടണ്ട, ഇയാൾ എവിടെയെങ്കിലും കൊണ്ട് ആക്കി കൊടുക്കുക, ഇയാൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഒരാളിനെ വകവരുത്തിയിട്ട് പോയതെന്ന് ഞാൻ അവരുടെ ഏട്ടന്റെ അടുത്ത് പറഞ്ഞു.
ഈ കുടുംബം അപ്പൊ അവരാട്ടൻ ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, എന്റെ അടുത്ത് ഒരു മറുപടിയും പറഞ്ഞില്ല. അവരൊക്കെ നല്ല സഹകരണത്തിലാണോ അയാളുമായി? അവര് അമ്മയും ഒരാട്ടനൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വീട്ടിൽ അന്വേഷിക്കും. പിന്നെ കടയിൽ സാധനങ്ങൾ വാങ്ങാനുള്ള കാശൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നെന്മാറയിൽ പോയി വല്ല സാധനങ്ങളൊക്കെ വാങ്ങാൻ അവരാണ് പൈസ കൊടുക്കണം. അല്ലാതെ ഇയാൾക്ക് എവിടെ നിന്നാണ്? ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള മനുഷ്യനെ പണിക്കും പാട്ടിന് പോകാതെ വീട്ടിനുള്ളിൽ അടച്ചു പൂട്ടി ഭക്ഷണം വെക്കാതെ ഒന്നും അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇയാൾ എന്തെങ്കിലും ചെയ്യണം, ഇയാൾ ഇങ്ങനെ ഇരുന്നാ ഇയാൾക്ക് ഈ സ്വഭാവം ഇങ്ങനെ ഉണ്ടാവുന്നു. പുഷ്പ, അത് ഈ വീട്ടുകാരും അയാളെ ഭയന്നിട്ട് ഈ സ്വഭാവം വരുന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു. ജനങ്ങൾ ആ വീട്ടുകാർക്കും ഭയം ഉണ്ടായിരുന്നു. ഈ അമ്മയായിരുന്നു അവിടെ ഒറ്റയ്ക്ക്, ഞാനും ഈ അമ്മയാണ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഇപ്പൊ മരിച്ച ലക്ഷ്മി അമ്മ, അതിന്റെ മക്കള് വരുമ്പോഴേ അതിനൊരു സുരക്ഷിതയുള്ളൂ. ഈ ചെന്താമരയ്ക്ക് ആരുടെ സഹായം കിട്ടുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ ചോദിച്ചത്, ചെന്താമരയ്ക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അവരെ ഭയപ്പെടുത്തിയാണോ ഇയാൾ അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്? അതോ ഏട്ടൻ അല്ല അവരാണ് അതിന് ഇയാൾക്ക് പിന്തുണ കൊടുക്കണത്, അവരാണ്, അതിന്റെ ഏട്ടനാണ്. അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞു, അയാൾ പ്രതികരിച്ചില്ലല്ലോ. അതേപോലെ അവളുടെ വീട്ടുകാർക്ക് വിലാസിന്റെ ആൾക്കാരുടെ അടുത്തും പറഞ്ഞു, അവരും പ്രതികരിച്ചു. അവര് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ട്? അപ്പൊ ഇവള് വന്ന് വേലി കെട്ടി ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം സജിത മരിച്ചപ്പോ ആ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് പോയി. അവൾക്ക് ഫോൺ ചെയ്തു, അവള് ഫോൺ എടുത്തില്ല. അപ്പൊ ഇവളുടെ ഭർത്താവിനെ സുരക്ഷിതമാക്കാൻ ഞാൻ പറഞ്ഞു, അയാൾ വരുമ്പോഴേക്ക് നീ വീട് കൊടുക്കുകയില്ല പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ഇതാകും പറഞ്ഞു. ആരെങ്കിലും പിന്നെയും ഇയാൾ കൊലപാതകം ചെയ്യുമെന്ന് പറഞ്ഞു. അവൾ ഒരു പ്രതികരണവും ഇല്ല, വീട് വില കിട്ടണില്ല, ഞാൻ കൊടുക്കണില്ല എന്നാ. ഇപ്പോൾ രണ്ടാളുടെ ആത്മാവ് പോയില്ലേ? അപ്പൊ അവൾക്ക് തൃപ്തിയായി, ഒരു കുടുംബക്കാരൊക്കെ സേഫ്റ്റി ആയില്ലേ? അവളുടെ മകള് സേഫ്റ്റിയായി, അവളും സേഫ്റ്റിയായി, അവര് ആങ്ങളമാര് സേഫ്റ്റിയായി. ഞങ്ങൾക്ക് നാട്ടുകാർക്കല്ല പ്രശ്നം. അവര് അച്ഛനും ഇപ്പൊ ആ കുട്ടികളുടെ അച്ഛനും പോയി, അമ്മയും പോയി, അച്ഛമ്മയും പോയി. ഇതിനിപ്പോ ആര് വന്ന് പറയും? ഈ പോലീസിന്റെ ഈ നിസ്സഹകരണം എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? രാഷ്ട്രീയമായ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളാണോ ഈ ചെന്താമരയുടെ ബന്ധുക്കളോ മറ്റോ? അയാളുടെ മരുമകൻ, അയാള് പോലീസ് വന്നപ്പോ അയാളുടെ മരുമകൻ പോലീസാണ് പറഞ്ഞല്ലോ. അയാളുടെ മരുമകൻ പോലീസ് ആയതുകൊണ്ടാണോ പോലീസ് ഇടപെടാതിരുന്നത്? അങ്ങനെ ആയിരിക്കും. പിന്നെ അല്ലാതെ ഇപ്പൊ ഞങ്ങൾ ഈ ഇത്രയും പേര് കംപ്ലൈന്റ് കൊടുത്തിട്ട് അവരൊന്നും ഇടപെട്ടില്ല. ഇനി ഒരു നേരം ഇങ്ങനെ വന്ന് എന്താണ് നിങ്ങൾ കൊടുത്തതിന്റെ പ്രതിഫലം എന്തെങ്കിലും ചോദിച്ചോ? അയാൾ ഇവിടെ ഉണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഭീഷണി ഉണ്ടോന്ന് ഇവരെന്താ ചോദിക്കാതായത്? ഇപ്പൊ വീട് നിറയെ പോലീസാണ്, ഇപ്പൊ സംരക്ഷണത്തിന് ആളാണ്. അവര് മരിച്ച ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവര് മരണം കഴിഞ്ഞിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. ഈ നെന്മാറ MLA ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ആദ്യ കൊലപാതകം ഉണ്ടാകുന്ന ഘട്ടം മുതൽ ഈ വിഷയത്തിലൊക്കെ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടിട്ടുണ്ട്, അവർക്കും ഇവരിൽ നിന്നൊക്കെ ഭീഷണിയും മറ്റുമാണ് നേരിടേണ്ടി വരുന്നത് എന്നാണ്. ഈ പോലീസിന് പരാതി നൽകിയതും പോലീസ് ഇടപെടാത്തതും ഒക്കെ നിങ്ങൾ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു? ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞിരുന്നു. ഞങ്ങളെല്ലാ മെമ്പർമാരും എല്ലാവരും കൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നല്ലോ. MLA കണ്ടിരുന്നോ? ജനങ്ങളുടെ ഇടയിലും പോയല്ലോ, ജനങ്ങളുടെ അടുത്തും പറഞ്ഞല്ലോ. MLA കണ്ടില്ല, മറ്റേ മെമ്പറിനെ കണ്ടു. പിന്നെന്ത് MLA കണ്ടില്ല. MLA മറ്റേ മനു ഇടപെട്ട് അവന് സംസാരിച്ചിട്ടാണ് അവിടുന്ന് പെറ്റീഷൻ എഴുതി കൊടുത്തതെന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പൊ ഉടനെ ഇനി തിരിച്ചു ആരുടെ അടുത്ത് പോയാലും ഇവര് പറയല്ലേ പോലീസിന്റെ അടുത്ത് പോയെന്ന്. പുഷ്പ, ഇനി ഉടനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടോ? പോകാനുള്ള മനസ്സുണ്ടോ? ഇനി ഞങ്ങളെ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു പ്രതിഫലം തന്നേ പറ്റൂ. ഞങ്ങൾ എങ്ങനെ വീട്ടിൽ പോയി എങ്ങനെ ഒരു സുരക്ഷിതമായിരിക്കും? എനിക്ക് ഇതിലുള്ളത് ഒരു പെൺകുട്ടിയാണ്, 6 പഠിക്കണ കൊച്ചാണ്. ഒരേ പേടിയാണ്. ഞാൻ എന്ത് ചെയ്യും? അമ്മ പോയാൽ ഞാൻ എന്ത് ചെയ്യുന്നൊരു ചോദ്യം. അതിന് നിങ്ങൾ എന്തുത്തരം പറയും? ഈ ഇയാളെ ചെന്താമരയെ പിടിച്ചു കഴിഞ്ഞാൽ പേടി മാറും അല്ലേ? അങ്ങനെയാണെങ്കിൽ പോകാം അല്ലേ? ചെന്താമര പിടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇനിയും 5-6 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും വിടുകല്ലേ? പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ ഇരിക്കണത്? ശരി, ഇവരെങ്ങനെ വിടുന്ന് ഞങ്ങൾക്ക് അറിയോ? ഇപ്പൊ വിട്ടല്ലോ,
6 വർഷത്തിനുള്ളിൽ ഇപ്പൊ വിട്ടിട്ടാണ് 2 കൊലപാതകം നടന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതാണ്, ഇവര് വിടില്ല എന്ന് ആര് കണ്ട്? ശരി എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ രാത്രി തന്നെ പിടികൂടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യാപകമായ തെരച്ചിൽ അവിടെ നടന്നു വരികയാണ്. പോത്തുണ്ടിയിൽ തന്നെ ഉണ്ട്. മാട്ടായി എന്ന സ്ഥലത്താണ് ഇയാൾ ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യമാണ് സംശയിക്കുന്നത്. എന്തായാലും CCTV-കൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.